ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ബ്ലൂ സൺ റിസോർട്ടിലേക്കാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണത്. അവിടെ ഹൗസ് ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോണത്. കരുവന്തല തുഴക്കാവ് ആ ഭാഗത്താണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഫ്രണ്ട്സ് മക്കളായിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ ഞങ്ങൾ ബാഗും സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവരെ ഇതിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 12 to 2 ഞങ്ങൾ ബോട്ടിങ്ങിന് ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ബോട്ടിങ്ങിലേക്ക് പോവുകയാണ് ചെയ്തത്. അവർ തന്നെ ഹൗസ് ബോട്ടുണ്ട്, അപ്പോൾ അതിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് എത്തി. അപ്പോൾ അതിലേക്ക് കയറി പിന്നെ അതിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അതിലത്തെ ആൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഓരോ ഭാഗങ്ങൾ ഏരിയകളൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ നല്ല രസമായിട്ടാണ്. കുട്ടികൾ പിന്നെ അവിടെ മുകളിൽ പോയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ റൂമൊക്കെ ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ട്. അപ്പോൾ റൂമുണ്ട്, മുകളിൽ ഇങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അവിടെ കുട്ടികൾക്കല്ല അവിടെ ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റൂം, അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, പിന്നെ കിച്ചനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുകളിൽ കുട്ടികളൊക്കെ അവിടെ കയറിയിരുന്ന്, അപ്പോൾ അവിടെ നോക്കിയാൽ പുറത്തേക്ക് നല്ല വ്യൂ ആണല്ലോ. അപ്പോൾ അവരവിടെ കയറിയിരുന്ന്, ഞങ്ങൾ താഴെ ഇരുന്ന്. അത് ഞങ്ങൾ 2 hours എടുത്തിട്ടുണ്ടായിരുന്നത്, മണിക്കൂറിന് 3000 വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറാണ് നമ്മൾ ഒരു ഹൗസ് ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് പോണതിന് മുന്നായിട്ട് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുടുംബത്തിലെല്ലാ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ പോലീസിനും കൂടി പോയി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമുക്കിവിടെ സുപരിചിതമായ എനാമാക്കൽ കായലാണ്. എനാമാക്കൽ കായൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവാം. എന്നിരുന്നാലും നമ്മളെ തൊട്ട് ഇടത് ഭാഗത്ത് കാണുന്ന ഇവിടുത്തെ എനാമാവ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. സെന്റ് മേരീസ് സ്കൂളിലെ സെന്റ് മേരീസ് ചർച്ചാണ് നമ്മുടെ ബോട്ടിന്റെ ഇടത് ഭാഗത്ത് കാണുന്നത്. അതിന്റെ റൂമാണ് കടയിലെ പള്ളിക്കടവ് എന്നൊക്കെ പറയും, എനാമാവ് പള്ളിയുടെ കടവ്. നേരെ മുന്നിൽ കാണുന്ന ജോയി അലിക്കാസിന്റെ പ്രോപ്പർട്ടിയാണ്. അതിലേക്ക് റോഡ് ആക്സസ് ഇല്ല. നമ്മൾ ബോട്ടിലോ വഞ്ചിയിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതിനകത്തൊരു ഹെലിപ്പാഡ് ഉണ്ട്. ഒരു കിഡ്സ് പാർക്കുണ്ട്, കുട്ടികളുടെ ചെറിയൊരു പാർക്ക്. അറ്റത്ത് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ജോയി അലിക്കാസിന്റെ. അറ്റത്ത് കാണുന്ന സാധനം എന്താണെന്നറിയോ? ചീനവലയല്ല, ചീനവല. അപ്പൊ നേരെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തീരമേഖലകളായ പാലാഴി എന്നറിയപ്പെടുന്ന ഭാഗമാണ്. വലതു ഭാഗത്ത് കണ്ടൊരു വലിയ ബിൽഡിംഗ് അവിടുന്ന് പോകുന്നത്.
നിന്നാണ് വന്നതല്ലേ അതാ ബ്ലൂസർ. അപ്പൊ ആദ്യം മുകളിലുള്ള ആളുകളാണോ മുകളിലെ ബോറടിക്കുന്ന അവർക്ക് ബോറടിക്കില്ല. പണ്ട് വീടാണ്, പക്ഷെ അപ്രൂവൽ കിട്ടാതെ കൊടുക്കുന്നതാണ്. തീരദേശ സംരക്ഷണ നിയമം സിയാസറ്റിന്റെ റൂൾ അനുസരിച്ച് 100 മീറ്റർ വെള്ളത്തിലും ബിൽഡിങ്ങിലേക്ക് യാതൊന്നുണ്ട്. അതിന് അപ്രൂവൽ കിട്ടാതെ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ആ വലത് ഭാഗത്താണ് ഒരു തൂണ്, ഒരു കമ്പ് കണ്ടു വെള്ളത്തില്. ആ വലത് കമ്പ് നിൽക്കുന്ന ഭാഗത്ത് ഒറ്റപ്പാറ എന്ന് പറഞ്ഞ 2 പാറകൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം. പാറകൾ ഇപ്പൊ കാണാൻ പറ്റില്ല, അത് കഴിഞ്ഞ് വരുമ്പോൾ കവറായി പോയതാണ്. ഇപ്പോഴും അയാൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ പാട്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പാട്ട് ഓണാക്കിയപ്പോൾ ഞാൻ പിന്നെ സൗണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ആൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ ഏരിയകളും ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹൗസ് ബോട്ട് എങ്ങനെ വിളക്ക് നൽകുന്നു, അതുപോലെ തന്നെയാണ് വീടിനെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറകെ ഇനി വലതു ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വലതു ഭാഗത്ത് കാണുന്നത് കണ്ട ചേറ്റുവരെ പ്രകൃതി ഭംഗിയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കണ്ടൽ കാടുകൾ കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ബോട്ടിന്റെ വലതു ഭാഗത്തേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഫുഡ് ഐറ്റംസുകളൊക്കെ അതെല്ലാവരും കൂടെ കഴിച്ച് പിന്നെ കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ പരിപാടികളായ കുറച്ച് റീൽസൊക്കെ ചെയ്ത് പാട്ടൊക്കെ വെച്ച് വന്നപ്പോൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 2 മണിക്കൂർ അതിൽ ചിലവഴിച്ച്. അങ്ങനെ പിന്നെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ ഇടാണ്ടിരുന്നത് പിന്നെ ഇതിൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഞാൻ മ്യൂസിക്കൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നേരെ നമ്മൾ ഹൗസ് ബോട്ടിലേക്കല്ലേ വന്നത്. അപ്പോൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ വന്നോണ്ട് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. 3 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തടുത്തുള്ള 3 റൂംസ് തന്നെയാണ് നമുക്ക് എടുത്തത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഉൾവശം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള റൂമുകളെല്ലാം. പിന്നെ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ നിന്നു. അപ്പോൾ മക്കളാ നേരമായപ്പോൾ പൂളിലേക്ക് പോയി. അവർ പിന്നെ പൂളിൽ തന്നെയായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ നടന്ന് അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വൈകുന്നേരമാണ് ഞങ്ങൾ പുള്ളിക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അതുവരെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് നടന്ന് പിന്നെ അവിടെ ഗെയിംസ് കളിക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതേപോലെ എല്ലാ കളിയുടെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ജിമ്മുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ
അപ്പോൾ ജിമ്മിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ജിമ്മിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വെറുതെ സാരി വേഷത്തിൽ ആ വേഷത്തിൽ വെറുതെ ഒന്ന് ജിമ്മൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി, ജിമ്മിലെ ഐറ്റംസുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി, ജസ്റ്റ് വെറുതെ രസത്തിന്. പിന്നെ ഞങ്ങൾ ആ സാരി വേഷത്തിലും കുറച്ച് റീൽസൊക്കെ ചെയ്ത് പിന്നെ ഒരു വൈകുന്നേരം 7 മണിയോടുകൂടെ ഞങ്ങളൊന്ന് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയി. ഡ്രസ്സൊക്കെ മാറിയിട്ട് പൂളിലേക്ക് ഇറങ്ങി. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങളും ചില മക്കളാണ് അവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അപ്പോൾ സുഖമായിട്ട് ഞങ്ങൾക്ക് പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റി. മക്കളും ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് മക്കൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടൊന്ന് തട്ടുകടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പുറത്ത് തട്ടുകടയിലൊക്കെ ഒന്ന് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ തട്ടുകടയിലേക്ക് പോയി. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടിയത്. പിന്നെ അങ്ങനെ അവിടെ പോയി ഞങ്ങൾ. പിന്നെ പോയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു തട്ടുകട ഭാഗമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ നിറച്ച ആൾക്കാരൊക്കെ. പിന്നെ തിരിച്ച് റൂമിലേക്ക് എത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ തന്നെ ടീ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചായ ഇപ്പോൾ ഞാനൊരു ലെമൺ ഹണിയുടെ ടീ ഉണ്ടാക്കി കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രഷ് ആയിട്ട് എല്ലാവരും ടി വി വെച്ച് അന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. പിന്നെ എല്ലാവരും റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, പിന്നെ കോൺഫ്ലാക്സ് ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസ്, പിന്നെ ബ്രെഡ്, മഫിൻസ്, പിന്നെ ഹാഷ് പൊട്ടാറ്റോസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നു. എഗ്ഗ് ബോയിൽ ചെയ്തതുണ്ടായിരുന്നു, ടീ, കോഫി, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉച്ചയോടുകൂടെ ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാനും എൻ്റെ മോനും കൂടെ എൻ്റെ കസിൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ ഒന്ന് പോയി. അത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ റെഡി ആയതിനു ശേഷം നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവിടെ ചെക്കൗട്ട് ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഇവിടെ ചെക്കൗട്ട് ടൈമായി. അപ്പോൾ എല്ലാവരും റെഡിയായി ബാറ്റും ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങിയായിരുന്നു. തൃശ്ശൂർ കരുവന്തലിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ബ്ലൂ സെറൻ റിസോർട്ടിൻ്റെ വളപ്പിലാണ്. 12 വർഷമായി അവർ പരിപാലിക്കുന്ന ഈന്തപ്പനയാണ്. അത് വിളവുണ്ടായിരിക്കുകയാണ്. ആ ന്യൂസിൽ കണ്ട ഈന്തപ്പനയാണ് ഇത് കേട്ടോ. അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് ആ സംഭവം. പിന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ തിരിച്ച് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.